ഹായ് ഗൈസ്, ഹെൽമ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വലിയ വർക്ക്. എപ്പോൾ ഗ്ലൗസ് ഇട്ടാലും എന്റെ ഗ്ലൗസിന്റെ അവസ്ഥ ഇതാണ്. ഇത് എന്താണാവോ ഇങ്ങനെ മാസൊക്കെ ഒരു ഗ്ലൗസ് യൂസ് ചെയ്യാൻ നിന്നാ ഇങ്ങനെ വേറെ ഗ്ലൗസ് ഒക്കെ എടുത്ത് മെഷറിംഗ് പരിപാടിയിലേക്ക് 8 ഇഞ്ച് സൈസ് വരുന്ന ഒരു സ്റ്റാൻഡിംഗ് ഫ്രെയിം ആണ് മേക്ക് ചെയ്യുന്നത്. 60 ഗ്രാം ഡ്രസ്സിന് 30 ഗ്രാം ഹാർഡ്നർ ആണ് ബേസ് കൊടുക്കാനാണ് ഈ ഒരു ക്വാണ്ടിറ്റി. ഇത് ഓർഡർ അല്ല കേട്ടോ. എന്റെ ഹസ്ബൻഡിന്റെ ഉപ്പാന്റെ ഫാമിലിയിൽ ഈച്ച് മന്ത് ഒരു ഗാദറിംഗ് ഉണ്ട്. അന്ന് വരുന്നവർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റും ഉണ്ട്. സാധാരണ എല്ലാവരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്ത് ബമ്പർ പ്രൈസ് കൊടുക്കുക. ഇത് അത് കൂടാതെ സിബ്ലിംഗ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം. സോ ഉപ്പക്ക് വരുന്നത് 7 സിബ്ലിംഗ്സ് ആണ്. നമുക്ക് 7 ഫ്രെയിംസ് സെറ്റ് എന്ത് കൊടുക്കുന്നുള്ള ഉമ്മാന്റെ കൺഫ്യൂഷൻ. ചുമ്മാ നമുക്ക് ഇതൊന്ന് കൊടുത്താലോ എന്ന് ഞാൻ ചോദിച്ചു. എല്ലാവരും ഓക്കെയാണ്. എനിക്കൊരു വലിയ വർക്കുമായി വലിയ വർക്കൊക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ട്. എന്റെ സാഹചര്യം കൊണ്ട് എടുക്കാൻ ഒരു പേടിയും. പക്ഷെ ഇത് മേക്ക് ചെയ്ത് കഴിഞ്ഞതിന് എനിക്ക് ധൈര്യത്തിൽ ചെയ്യാൻ പറ്റുമെന്ന്. ഒരേ പാറ്റേണിലെ ഡിഫറെന്റ് കളേഴ്സിലാണ് മേക്ക് ചെയ്യുന്നത്. വിനൈൽ സ്റ്റിക്കേഴ്സ് അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. ട്രാൻസ്പെറന്റ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റിക്കേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്ലാനിംഗിൽ വിനൈൽ സ്റ്റിക്കേഴ്സ്. പക്ഷേ ഈ സാധനം കോഴിക്കോടിൽ എവിടെ കിട്ടുന്ന ഒരു കോഴിക്കോട് ടൗൺ മുതൽ അരിച്ച് പേര്. പക്ഷെ അത് മാത്രം എനിക്ക് കിട്ടും. ഓൺലൈനിലൊക്കെ ചെയ്ത് തരുന്നവരുണ്ട്. പക്ഷെ അത് കിട്ടി ചെയ്യാനുള്ള സമയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ നോർമൽ സ്റ്റിക്കേഴ്സ് കോഴിക്കോട് ഏതെങ്കിലും ഷോപ്പിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അറിയുന്നവരൊന്ന് കമന്റ്. സോ ഇതാണ് നമ്മളുടെ ഫൈനൽ. എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഒന്നിച്ച് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു റെയിൻബോയിലേക്ക് നോക്കുന്നത് ഫസ്റ്റ് ടൈം വലിയ വർക്ക് ചെയ്യുന്നത് ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ ടെൻഷനും മാറുന്ന ഒരു മൂവ്മെന്റ് നമ്മൾ ചെയ്ത വർക്കിന്റെ ഫൈനൽ. അത് കാണുമ്പോൾ ഉള്ള ഒരു പീസ്ഫുൾ. എത്ര സന്തോഷമാണോ എന്ന് പറയാൻ പറ്റും. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ നമ്മൾക്ക് അടുത്ത വീഡിയോ കാണാം. ഡീറ്റെയിൽസ് അറിയാൻ DM ചെയ്തോളൂ.